വടക്കൻ നൈജീരിയയിലെ നൈജറിൽ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ ആക്രമികൾ തട്ടിക്കൊണ്ടുപോയതാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ബോർഗുവിലെ കസുവാൻ ദാജി ഗ്രാമത്തിലേക്ക് ആയുധധാരികളായ സംഘം ഇരച്ചുകയറിയത്. ഇവർ ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവെന്നാണ് നൈജീരിയയിലെ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. മരണസംഖ്യ ഉയരുമെന്ന നിരീക്ഷണവും പ്രദേശവാസികൾ നടത്തുന്നുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു ആക്രമികളെ കണ്ടെത്തി ബന്ദികളെ മോചിപ്പിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ നൈജീരിയയിൽ വീണ്ടും സായുധ സംഘം ആക്രമണം നടത്തിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നൈജറിലാണ് ഇത്തരത്തിൽ സായുധ സംഘം ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. നിരവധി പേരെ ആക്രമികൾ തട്ടിക്കൊണ്ടുപോയതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബോർഗുവിലെ കസുവാൻ ദാജി ഗ്രാമത്തിലേക്ക് ആയുധധാരികളായ സംഘം ഇരച്ചു കയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഇവര് ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 30 പേരാണ് ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു ആക്രമികളെ കണ്ടെത്തി ബന്ദികളെ മോചിപ്പിക്കാനൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നൈജീരിയയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ സ്കൂളിൽ കയറി സായുധ സംഘങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അധ്യാപകന് വെടിയേൽക്കുന്ന ഒരു സാഹചര്യവും അന്ന് അവിടെ ഉണ്ടായിരുന്നതിന് ശേഷം വീണ്ടും ഇപ്പോൾ നൈജീരിയയിൽ തന്നെയാണ് ഈ സായുധ സംഘം ആക്രമിച്ചു കയറി 30 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇവരെയൊക്കെ തട്ടിക്കൊണ്ട് പോയതായിട്ടാണ് പ്രദേശവാസികളൊക്കെ പുറത്തു പറയുന്ന വിവരം. എന്തായാലും നിരവധി വീടുകൾ ഇവർ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലൊരു ആക്രമണമാണ് ഈ നൈജീരിയയിൽ ഇവർ നടത്തിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.